നേപ്പാളിലെ ഹിമാലയൻ മേഖലയിലുണ്ടായ അതിഭയങ്കരമായ പ്രളയത്തിൻ്റെ നടുക്കത്തിലാണ് രാജ്യം. ഈ ദുരന്തത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള ശാസ്ത്രീയ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലും വരും ദിവസങ്ങളിൽ വീണ്ടും ശക്തമായ വെള്ളപ്പാച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മലനിരകളിൽ നിന്ന് പാറയും മഞ്ഞും ഇടിഞ്ഞു വീണ നദികളുടെ സ്വാഭാവിക ഒഴുക്ക് താൽക്കാലികമായി തടസ്സപ്പെട്ടതാകാം ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടിയതെന്നാണ് പ്രാഥമികമായ നിഗമനം. അതോടൊപ്പം ഉയർന്ന പർവ്വത പ്രദേശങ്ങളിലെ ഹിമാനി തടാകങ്ങൾ പൊട്ടിയൊഴുകിയതാകാം മറ്റൊരു കാരണമെന്ന് ശാസ്ത്രജ്ഞർ സംശയിക്കുന്നു. ഐസി മോഡിലെ ജലദുരന്ത നിവാരണ വിദഗ്ധ ഡോക്ടർ നീര ശ്രേഷ്ഠ പ്രധാൻ വ്യക്തമാക്കുന്നത് സ്ഥിതി ഇപ്പോഴും ഗുരുതരമായ അപകട സാധ്യതയുള്ള മേഖലയിലാണെന്നാണ്. ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ചതിൽ പ്രളയമേഖലയ്ക്ക് മുകളിലായി 3 വലിയ ഹിമാനി തടാകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ പ്രളയമുണ്ടായ ബുധനാഴ്ച രാവിലെ ടിബറ്റിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും അനുഭവപ്പെട്ടിരുന്നു. ഇതും ദുരന്തത്തിന് കാരണമായിട്ടുണ്ടാകാമെന്ന സംശയത്തിൽ അന്വേഷണം തുടരുകയാണ്. ചൈനയിൽ നിന്ന് നേപ്പാളിലേക്ക് ഒഴുകിയെത്തുന്ന ഫോട്ടെ-കോശി ഉൾപ്പെടെയുള്ള നദികൾ ഉയർന്ന പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നവയായതിനാൽ മേഖലയിൽ എപ്പോഴും വലിയ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ ഗുരുതരമായതിനാൽ ചൈന ഇതിനോടകം തന്നെ ജാഗ്രത പ്രഖ്യാപിക്കുകയും ആളുകളെ സുരക്ഷിതമായി ഒഴിപ്പിക്കുകയും ചെയ്തു. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകാൻ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ലഭിക്കുകയെന്നും ദുരന്ത പ്രതിരോധ അടിസ്ഥാന സൗകര്യ കൂട്ടായ്മയിലെ രാംരാജ് നരസിംഹൻ ചൂണ്ടിക്കാട്ടി. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഇത്തരം അതിതീവ്ര സംഭവങ്ങൾ കൂടുതൽ പതിവാവുകയും തീവ്രമാവുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ പഴയ കാലാവസ്ഥാ കണക്കുകൾ മാത്രം അടിസ്ഥാനമാക്കി റോഡുകളും പാലങ്ങളും ജലവൈദ്യുത പദ്ധതികളും നിർമ്മിക്കുന്നത് അപകടകരമാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഹിമാലയൻ മേഖലയിലെ പ്രത്യേക അപകട സാധ്യതകൾ കൃത്യമായി വിലയിരുത്തിയ ശേഷമേ പുതിയ പദ്ധതികൾ നടപ്പിലാക്കൂ. ഈ പ്രളയം നേപ്പാളിൻ്റെ ജലവൈദ്യുത മേഖലയ്ക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 400 മെഗാവാട്ടിലധികം വൈദ്യുതി ഉൽപ്പാദന ശേഷിയാണ് ഇതിനോടകം നഷ്ടപ്പെട്ടത്. മണ്ണിടിച്ചിലും ഹിമാനി തടാകങ്ങൾ പൊട്ടിയൊഴുകുന്നതുമടക്കം നിരവധി പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള ഒരു മേഖലയാണ് ഹിന്ദുക്കുഷ് ഹിമാലയ പ്രദേശം. അതിനാൽ നിലവിലെ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അടുത്ത ദുരന്തത്തെ നേരിടാനുള്ള മുൻകരുതലുകളും പ്രതിരോധ സംവിധാനങ്ങളും ശക്തമാക്കണമെന്നാണ് വിദഗ്ധരുടെ പ്രധാന നിർദ്ദേശം.